സിപിഎമ്മിന്റെ നേതൃത്വത്തിലുള്ള ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് ആരോപിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം. നിക്ഷേപകർക്ക് പണം തിരികെ നൽകണമെന്നാണ് ആവശ്യം. സൊസൈറ്റിയുടെ പേരിൽ കോടികൾ തട്ടിയെന്നും ആരോപണം. ആ സമയത്താണ് എൻ്റെ അടുത്ത് നിന്ന് 14 ലക്ഷം രൂപ പാർട്ടിയുടെ അന്നത്തെ ജില്ലാ സെക്രട്ടറി വേലായുധേട്ടൻ, മുൻ MLA കൃഷ്ണപ്രസാദ് എന്നിവർ ചേർന്ന് AKG സെന്ററിൽ വിളിച്ചു വരുത്തിയിട്ട് സ്ഥാപനത്തിലേക്ക് ഡെപ്പോസിറ്റ് വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ 3 തവണകളിലായിട്ട് ഇവർക്ക് പൈസ കൊടുത്തു. ഇപ്പോൾ ആദ്യമൊക്കെ നല്ല രീതിയിൽ പോയിരുന്നു. പിന്നീട് സ്ഥാപനത്തിൻ്റെ പോക്കത്ര ശരിയല്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ ഇവർ തന്നില്ല. പല തവണകളിലായിട്ട് ചോദിച്ചു, തന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെയാണ് ഞാൻ ഈ പരാതി കൊടുത്തിരിക്കുന്നത്. ഇല്ല, ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. മറുപടി കിട്ടാത്തത് കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച രജിസ്റ്റേർഡ് തപാലായിട്ട് മുഖ്യമന്ത്രിക്ക് ഒരിക്കൽ കൂടെ കത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ മെയിലായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പാർട്ടി സെക്രട്ടറി, പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ എല്ലാവർക്കും ഞാൻ ഈ കത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ളത്, ഡെപ്പോസിറ്റ് ചെയ്ത പൈസ കിട്ടിയേ മതിയാവൂ. കാരണം ജീവിക്കാൻ വേറെ മാർഗമില്ലല്ലോ. അത്രയും പ്രയാസത്തിലാണ്. കാരണം അത്രയും കടത്തിൽ മുങ്ങി ഈ ഡെപ്പോസിറ്റിൻ്റെ പേരിൽ ഒരുപാട് വീട് വെച്ചതിൻ്റെ ബാധ്യതയും കുട്ടികളുടെ വിദ്യാഭ്യാസവും ഇതൊക്കെ നോക്കണ്ടേ. വലിയ പ്രയാസത്തിലാണ് ഇപ്പോൾ. ബ്രഹ്മഗിരിയിലെ ഏറ്റവും വലിയ തട്ടിപ്പ് സാധാരണക്കാരായ CPM പ്രവർത്തകന്മാരും അല്ലാത്തവരും ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപിച്ച് അവരുടെ മക്കളുടെ വിവാഹവും അവരുടെ ആശുപത്രി കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ വീർപ്പ് മുട്ടുമ്പോ ആത്മഹത്യ പാർട്ടി ഓഫീസിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടും അനങ്ങാതെ മുന്നോട്ട് പോകുന്ന CPM സമീപനം, നിക്ഷേപകരെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഈ സമരം ഏറ്റെടുക്കുകയാണ്. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസൽ, കോടികളുടെ തട്ടിപ്പ് അവിടെ നടന്നു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത്. വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടക്കുമെന്നും പറയുന്നുണ്ട്. CPMന്റെ പ്രതികരണം എന്താണ്? ഇപ്പോൾ നമുക്ക് CPMന്റെ നേതാക്കളുടെ പ്രതികരണങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ബ്രഹ്മഗിരി സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. 2018 ഈ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ നമ്മോട് സംസാരിച്ചത് അന്നത്തെ സൊസൈറ്റിയിലെ ജീവനക്കാരനും CPMന്റെ സജീവ പ്രവർത്തകനുമായിരുന്ന നൌഷാദാണ് നമ്മോട് പ്രതികരിച്ചത്. ആദ്യഘട്ടത്തിൽ ആദ്യത്തെ 2 വർഷം ഈ ഒരു സൊസൈറ്റി കൃത്യമായി കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇതിന്റെ പ്രവർത്തനം നല്ല രീതിയിലല്ല പോകുന്നത് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഈ നൌഷാദ് പണം തിരികെ ചോദിച്ചത്. എന്നാൽ നൌഷാദിന് പണം തിരികെ നൽകാൻ പാർട്ടിയോ ബന്ധപ്പെട്ട ആളുകളോ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ പറയുന്നത്. പിന്നീട് 2022 സമാനമായ രീതിയിൽ ഈ ഒരു സൊസൈറ്റിയുടെ പേരിൽ വീണ്ടും 2 ലക്ഷം രൂപ കടം വായ്പ ഇദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചതായി പറയുന്നുണ്ട്. അതും ഈ 2.5 വർഷക്കാലം കഴിഞ്ഞിട്ടും ഇതുവരെ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ വലിയ ഒരു ബാധ്യത എടുത്തുകൊണ്ടാണ്, മറ്റുള്ളവരിൽ നിന്നും ഉൾപ്പെടെ കടം വാങ്ങിയാണ് നൌഷാദ് ഈ ഒരു സൊസൈറ്റിയിലേക്ക് നിക്ഷേപിച്ചത്. എന്നാൽ ഈ ഒരു നിക്ഷേപ തുക, ഇത്രയും വലിയ നിക്ഷേപ തുക അടച്ചിട്ടും തിരിച്ചു കിട്ടാത്തതിനെ തുടർന്ന് ആത്മഹത്യയുടെ വക്കിലാണ് ഇപ്പോൾ നൌഷാദ് ഉള്ളത്. ഈ പാർട്ടി ഓഫീസിൽ വെച്ച് ആത്മഹത്യ ചെയ്യുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ഇതിനു മുമ്പും പലതവണ പരാതി ഉൾപ്പെടെ നൽകിയിരുന്നെങ്കിലും ഒരു മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ അവസാനമായി കഴിഞ്ഞ മാസം 26-ാം തീയതി മുഖ്യമന്ത്രിക്ക് രജിസ്റ്റേർഡ് ആയിട്ട് ഒരു കത്തുകൂടി അയച്ചിരിക്കുകയാണ്. തനിക്ക് താൻ നിക്ഷേപിച്ച തുക തിരികെ നൽകിയില്ലെങ്കിൽ പാർട്ടി ആസ്ഥാനത്ത് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നുള്ള കാര്യമാണ് നൌഷാദ് പറയുന്നത്. ഈ ഒരു വിഷയം ഇപ്പോൾ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള വിവാദത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു സൂചന സമരമാണ് ഇന്ന് കൽപ്പറ്റയിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ T. സിദ്ദിഖ് MLA ഉൾപ്പെടെ നമ്മോട് പറഞ്ഞത് ഇതൊരു സമരത്തിന്റെ തുടക്കമാണ്. ഇനി അങ്ങോട്ട് ഈ ബ്രഹ്മഗിരിക്കെതിരെ, CPMനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. ഈ ബ്രഹ്മഗിരിയിൽ നിക്ഷേപിച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപയാണ് ഈ ബ്രഹ്മഗിരി സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പൈസയൊക്കെ നിക്ഷേപകർക്ക് തിരികെ നൽകുന്നത് വരെ ഈ കോൺഗ്രസ് സമരം നടത്തുമെന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ നമ്മോട് അറിയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. NM വിജയന്റെ ആത്മഹത്യയെ തുടർന്ന് CPMന്റെ നേതാക്കൾ തന്നെ പറഞ്ഞതാണ്, NM വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യത കോൺഗ്രസ് തീർക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ആ ബാധ്യത തീർക്കാൻ പാർട്ടി തയ്യാറാണ് എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള
എം വി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം കോൺഗ്രസ് ഏറ്റെടുത്ത ഒരു ബാധ്യത കോൺഗ്രസ് തീർക്കുമെന്ന് വാക്ക് പറഞ്ഞിട്ട് പോലും ബ്രഹ്മഗിരിയിൽ ആളുകൾക്ക് നഷ്ടപ്പെട്ട പണം തിരികെ നൽകണമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു ആവശ്യം. അപ്പോൾ ഈ ഒരു കോൺഗ്രസിന്റെ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറാകുന്ന സി പി എമ്മിന്റെ ആളുകളെ, ഡിവൈഎഫ്ഐയുടെ ആളുകളെ, അവരുടെ പാർട്ടി വിശ്വസിച്ച് നിക്ഷേപം നടത്തിയ നിക്ഷേപകരുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ പണം തിരികെ നൽകാൻ തയ്യാറാകണമെന്നുള്ളതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്.